ഇന്ന് നമ്മൾ ഫെമിനിസം അതുപോലെ ഫെമിനിസം വേവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന, അല്ലെങ്കിൽ പുരുഷനെ മൊത്തം മോശമായി കണ്ടുകൊണ്ട് സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടാത്തത് പുരുഷൻ കാരണമാണ് എന്നൊരു നെഗറ്റീവ് തിങ്കിങ് ആണ് പൊതുവെ ഫെമിനിസത്തെക്കുറിച്ചുള്ളത്. ആക്ച്വലി ഫെമിനിസം ഇസ് എ മൂവ്മെൻറ്റ്, ഇസ് എ പൊളിറ്റിക്കൽ, കൾച്ചറൽ, എക്കണോമിക് മൂവ്മെൻറ്റ് എയിംഡ് എസ്റ്റാബ്ലിഷിംഗ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ ലീഗൽ പ്രൊട്ടക്ഷൻ ഫോർ വിമൻ. അതായത് പുരുഷനും സ്ത്രീക്കും തുല്യമായി ലോകത്ത് ജീവിക്കാനുള്ള, ജോലി ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും തുല്യമായി ഇരിക്കുക എന്നതാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് എസ്റ്റാബ്ലിഷിങ് ഈക്വൽ റൈറ്റ്സ്, എല്ലാവർക്കും തുല്യ അവകാശമായിരിക്കണം. സ്ത്രീ ആയതുകൊണ്ട് അവൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ ഇല്ലാതാവാൻ പാടില്ല. അവളുടെ യാത്രയായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് സ്ത്രീ ആയതുകൊണ്ട് എന്നുള്ള ഒരു കാര്യം ഉണ്ടാവരുത് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഫെമിനിസം ഇൻവോൾവ്സ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് ഫിലോസഫീസ് കൺസേൺഡ് വിത്ത് ദ ഇഷ്യൂസ് ഓഫ് ജെൻഡർ ഡിഫറൻസ് ആസ് വെൽ ആസ് എ മൂവ്മെൻറ്റ് ദാറ്റ് അഡ്വക്കേറ്റ്സ് ജെൻഡർ ഇക്വാലിറ്റി ഫോർ വിമൻ ആൻഡ് ക്യാമ്പയിൻസ് ഫോർ വുമൻ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഫെമിനിസം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജിക്കൽ തിയറീസിൻ്റെ ബേസിസിലാണെങ്കിലും അതെന്താണ് കൂടുതലായിട്ട് വാദിക്കുന്നത്, ജെൻഡർ ഡിഫറൻസ് എന്നുള്ള കാര്യം ത്തെക്കുറിച്ചാണ്. ഓക്കെ, അതുപോലെ ഫീമെയിൽ മെയിൽ ഇക്വാലിറ്റി അതുമാണ് പറയുന്നത്. അതായത് സമൂഹത്തിൽ ഒരു സെക്സ് വേറെ ആയതുകൊണ്ട് സ്ത്രീക്കുള്ള അവകാശങ്ങൾ ഹനിക്കപ്പെടരുത്. ഓക്കെ, അപ്പോൾ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ്സ്, ഇല്ലെങ്കിൽ ഈ വേർഡ്സുകൾ 1970s വരെ അത്ര പോപ്പുലർ ആയിരുന്നില്ല. നമുക്കറിയാം, ആദ്യത്തെ വേവ് എന്ന് പറയുന്നത് തന്നെ 1960s വരെയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഫെമിനിസം എന്നുള്ള ആ വാക്കിന് ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഫെമിനിസം നമ്മൾ 4 വേവ്സാണ് ആക്ച്വലി അറ്റ് പ്രസൻറ്റ് ഉള്ളത്. നമ്മൾ 3 വേവ്സാണ് ഇതിൽ പറയുന്നത്. ലാസ്റ്റ് 4th വേവിനെ കുറിച്ച് ചെറിയൊരു ഇതും കൂടി പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് 19th സെഞ്ച്വറി തൊട്ട്, അതായത് 1880s തൊട്ട് 1960s വരെയാണ് ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആ സമയത്ത് ഈ ഫെമിനിസം എന്നുള്ള ആശയം പ്രചരിച്ചത് US, സ്വീഡൻ, ബൾഗേറിയ, ഇംഗ്ലണ്ട്, കാനഡ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രമാണ്. ഓക്കെ, പിന്നീട് സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് 1960 to 1980s വരെയാണ്. ആ ഒരു സമയത്ത് ജപ്പാനിലും ഓസ്ട്രേലിയയിലും കുവൈറ്റിലും കാനഡയിലും തുടങ്ങി ഏകദേശം കുറച്ചും കൂടി രാജ്യങ്ങളിലേക്ക് അത് പടരുകയുണ്ടായി. തേർഡ് വേവ് ആയപ്പോൾ അത് മൊത്തമായിട്ടും ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യാസിലും ചൈനയിലും അതുപോലെ എല്ലാ രാജ്യങ്ങളിലും ഈ ഫെമിനിസം എന്നുള്ളൊരു വേവ് കാണാൻ വേണ്ടി സാധിച്ചു. 1980s തൊട്ട് 2010 വരെയാണ് ആക്ച്വലി തേർഡ് വേവ് എന്ന് പറയുന്നത്. 2010 to പ്രസൻറ്റ് എന്ന് പറയുന്നതാണ് 4th വേവ്. അപ്പോൾ 19th സെഞ്ച്വറിക്ക് മുമ്പ്, അതായത് ഫസ്റ്റ് വേവിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ നോക്കാം. ആ സമയത്ത് സൈമൺ ഡി ബുവോയർ ആണ് പ്രധാനമായിട്ട് ഈ ഒരു വേവിൻ്റെ സമയത്തുള്ള ആൾ. ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു ടേക്ക് അപ്പ് ഹെർ പെൻ ഇൻ ഡിഫെൻസ് ഓഫ് ഹെർ സെക്സ് എന്ന് പറയുന്ന ക്രിസ്റ്റ്യൻ ഡി പിസൻ്റെ വേർഡ്സാണ് ആദ്യം സൈമൺ ഡി ബുവോയർ പറയുന്നത്. അതായത് സ്ത്രീകൾ തന്നെ എന്ത് ചെയ്യണം, പേന എടുത്തുകൊണ്ട് ഈ ഒരു വിഷയം, അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ ലഭിക്കാത്തതിനെക്കുറിച്ച് എഴുതണം എന്ന് പറയുന്നത് അവരാണ്. അന്ന ബ്രാഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഈ ഇക്വാലിറ്റി ഓഫ് സെക്സസിൻ്റെ എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഒരുപാട് പോയംസ് ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അതുപോലെ നമ്മുടെ വൂൾസ്ട്രോങ്ക്രാഫ്റ്റിൻ്റെ എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ എന്നുള്ള ബുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരുപാട് സ്ത്രീകളിൽ അല്ലെങ്കിൽ ഒരുപാട് മാറ്റം സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ 1792 ഇറങ്ങിയ ഈ പുസ്തകം ഒരുപാട് മാറ്റങ്ങൾ ഫെമിനിസം എന്നുള്ള മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഷീ അഡ്വക്കേറ്റഡ് ദാറ്റ് സോഷ്യൽ ആൻഡ് മോറൽ ഇക്വാലിറ്റി ഓഫ് സെക്സസ്. അപ്പോൾ ഈ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമണിൽ പറയുന്നത് സ്ത്രീകൾക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ കാലിബർ നോക്കിയല്ല, ഒരു പെർഫെക്റ്റ് ഹൗസ് വൈഫ് എങ്ങനെ ആവാം, ഇല്ലെങ്കിൽ എങ്ങനെ ഒരു ഹോം മേക്കർ ആവാം എന്ന് മാത്രമാണ് ഒരു സ്ത്രീക്ക് പഠിപ്പിച്ചിരുന്നത്. പുരുഷന് കിട്ടിയിരുന്ന പോലെ ഒരു എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി പോവുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ഒരു ആശയമാണ് അതിൽ മേരി വൂൾസ്ട്രോങ്ക്രാഫ്റ്റ് പറയുന്നത്. 1880s ആയപ്പോഴത്തേക്കും റോസ് കോട്ട് വാസ് എ ഫെമിനിസ്റ്റ് ചീഫ്ലി കൺസേൺഡ് വിത്ത് സഫ്രേജ് ആൻഡ് കോൺസിക്വൻ്റ്ലി വിത്ത് വുമൻസ് ആക്സസ് ടു പാർലമെൻറ്റ്സ് ആൻഡ് അതർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്. അതായത് ഇവിടെ പറയുന്നത് ഫസ്റ്റ് വേവിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ ഒരു മൂവ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും വോട്ടവകാശത്തിന് വേണ്ടിയുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ്. അതായത് സ്ത്രീകൾക്ക് വോട്ടവകാശം അത്രയും കാലം ലഭിച്ചിരുന്നില്ല.
അപ്പോൾ ഫസ്റ്റ് വേവിലൂടെ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും ഈ വോട്ടിംഗ് റൈറ്റ്സ് ആണ്. സോ ഇറ്റ് ഇവോൾവ് ഇൻ എ പീരിയഡ് ഓഫ് ഫെമിനിസ്റ്റ് ആക്ടിവിറ്റി ഡ്യൂറിങ് 19th and 20th centuries, especially Europe and United States, and mainly concerned with the right to vote. അതായത് സ്ത്രീകൾക്കുള്ള വോട്ടവകാശമായിരുന്നു പ്രധാനമായിട്ട് ഇവർ മുന്നോട്ട് വെച്ച ആശയം. അതുപോലെ ഇറ്റ് പ്രൊമോട്ടഡ് ഈക്വൽ കോൺട്രാക്ട് ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ് ഫോർ വുമൺ. അതുപോലെ സ്ത്രീകൾക്ക് ഇക്വാലിറ്റിയും അതുപോലെ സ്വത്തവകാശം എന്നുള്ള ആവശ്യം കൂടി ഇവർ ഇതിൽ ഉന്നയിച്ചു. അതുപോലെ പണ്ടൊക്കെ സ്ത്രീകൾ, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അവളുടെ സ്വത്ത് എന്ന് പറയുന്നത് അവൾക്ക് ഫാമിലിയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അത് ആ വീട്ടിലെ ആൺകുട്ടിക്ക് അല്ലെങ്കിൽ ഭർത്താവിലേക്കാണ് പോകുന്നത്. സ്ത്രീക്കൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു സഫ്രേജ്, ഒരു മൂവ്മെൻറ്റ് കൂടിയായിരുന്നു ഈ ഫസ്റ്റ് വേവിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ബൈ ദി എൻഡ് ഓഫ് 19th century ആക്ടിവിസം ഫോക്കസ്ഡ് primarily on gaining political power, particularly rights of women suffrage. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അമേരിക്കയിലെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 1919 സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുകയുണ്ടായി. ഓക്കെ, ഇങ്ങനെ ഒരുപാട് അവരുടെ പരിശ്രമ ഫലമായിട്ട് സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നത് അപ്പോഴാണ്. ഓക്കെ, അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ്, മാരേജ് ആൻഡ് പ്രോപ്പർട്ടി ലോസ്, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, ഇതിലൊക്കെ തന്നെ മാറ്റങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു. അടുത്ത സെക്കൻഡ് വേവ് പറയുകയാണെങ്കിൽ ഫെമിനിസം ഇസ് എ പീരിയഡ് ഓഫ് ഫെമിനിസ്റ്റ് ആക്ടിവിറ്റി ആൻഡ് തോട്ട് ദാറ്റ് ഫസ്റ്റ് ബിഗാൻ ഇൻ ദ early 1960s in USA, സ്പ്രെഡ് ഓൾ ഓവർ വെസ്റ്റേൺ വേൾഡ് ആൻഡ് ബിയോണ്ട്. അതായത് 1960കളിൽ USA ഈ ഒരു ഐഡിയ തുടങ്ങിയതെങ്കിലും പക്ഷേ അത് പിന്നീട് എല്ലായിടത്തും സ്പ്രെഡായി. ഇതിൽ ഈ ഒരു സെക്കൻഡ് വേവിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് എബൌട്ട് സെക്സിസം ആൻഡ് പാട്രിയാർക്കി, അതായത് പുരുഷ മേധാവിത്വവും അതുപോലെ തന്നെ ലിംഗപരമായ വിവേചനങ്ങൾക്കും എതിരെയായിരുന്നു ഈ പറഞ്ഞ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസം പോരാടിയിരുന്നത്. അതുപോലെ തന്നെ ഈ റേസിങ് കോൺഷ്യസ്നെസ് അബൌട്ട് ജെൻഡർ ബേസ്ഡ് വയലൻസ്, ഡൊമസ്റ്റിക് അബ്യൂസ് ആൻഡ് മാരിറ്റൽ റേപ്പ്. അതായത് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞാലും സമ്മതമില്ലാതെയുള്ള ലൈംഗിക ബന്ധത്തെയാണ് നമ്മൾ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ സ്ത്രീകൾക്ക് ഡൊമസ്റ്റിക്കലി അബ്യൂസസ് നേരിടേണ്ടി വന്നു. അതായത് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്ന് മെൻ്റലി ഫിസിക്കലി ടോർച്ചർ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയാം. ഇതിനൊക്കെ എതിരെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. അതുപോലെ തന്നെ വർക്ക് പ്ലേസസിൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ള ആശയം, അതായത് സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പുരുഷൻ്റെ അത്ര തന്നെ ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായിരുന്നു ഈ ഒരു സെക്കൻഡ് വേവിൽ ആളുകൾ കൂടുതൽ ശ്രമിച്ചിരുന്നത്. ലീഗലൈസിങ് അബോർഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ, അതുപോലെ ബർത്ത് കൺട്രോൾ, അബോർഷൻ റൈറ്റ്സും ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ സെക്ഷൽ ലിബറേഷൻ ഓഫ് വുമൺ എന്നുള്ള ആശയം കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വേവ് ഇതാണ് പ്രധാനമായിട്ടും. 1960s to 1980s സെക്കൻഡ് വേവ് വരുന്നത്. കൺസേൺഡ് അബൌട്ട് ദ അതർ ഇഷ്യൂസ് ഓഫ് ഇക്വാലിറ്റി ലൈക്ക് എൻഡിങ് ഡിസ്ക്രിമിനേഷൻ. സോ കാരൽ ഹാൻഷിച്ച് കോയിൻ ദ സ്ലോഗൻ ദ പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ എന്നുള്ള ഒരു സ്ലോഗൻ തന്നെ വരുന്നത് ഈ സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസത്തിലാണ്. ദ വുമൻസ് ലിബറേഷൻ വാസ് യൂസ്ഡ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 1964 ആൻഡ് അപ്പിയർഡ് ഇൻ പ്രിന്റ് 1966. ഇനി തേർഡ് വേവിലേക്ക് പോവുകയാണെങ്കിൽ തേർഡ് വേവ് എന്ന് പറയുന്നത് 1990s തൊട്ട് 2000s വരെയാണ്, 2010 വരെയാണ് തേർഡ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അറൗസ് പാർഷ്യലി ആസ് എ റെസ്പോൺസ് ടു പെർസീവ്ഡ് ഫെയിലിയേഴ്സ് ഓഫ് സെക്കൻഡ് വേവ് ഫെമിനിസം. അതായത് ചലനം ഇല്ലെങ്കിൽ രണ്ടാം വേവിൻ്റെ ഭാഗമായി സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസത്തിൻ്റെ ഫെയിലിയേഴ്സിനെ കുറിച്ചുള്ളതായിരുന്നു തേർഡ് വേവിൽ വന്നിരുന്നത്. ഇൻ്റർസെക്ഷനാലിറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് വിമൻ ഈസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് എംഫസൈസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഐഡൻറ്റിറ്റി, ജെൻഡർ, റേസ്, നേഷൻ, സോഷ്യൽ ഓർഡർ ആൻഡ് സെക്ഷൽ പ്രിഫറൻസ്. അതായത് വിമൻ എന്നാൽ എന്ത് എന്നുള്ള ഒരു ആശയത്തെ കുറച്ചും കൂടി വിപുലീകരിക്കുന്നതായിരുന്നു ഈ ഒരു ആശയം. അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ സ്റ്റീരിയോ ടൈപ്സ്, അതായത് സ്ത്രീ എന്നാൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യം കൂടി ഇതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ മീഡിയയിലും ഒക്കെ എങ്ങനെയാണ് സ്ത്രീകളെ പോർട്രേ ചെയ്യുന്നത്, ഓക്കെ, അതും ഈ ഒരു സമയത്ത് ഇല്ലെങ്കിൽ തേർഡ് വേവിൽ ചർച്ചയായ ഒരു കാര്യമായിരുന്നു. അതുപോലെ സെക്ഷൽ ഐഡൻറ്റിറ്റീസ്, LGBTQ പോലെയുള്ള സെക്ഷൽ ഐഡൻറ്റിറ്റീസിനെ കൂടി ഉൾപ്പെടുന്ന ഒരു ഇതാണ് തേർഡ് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് വേവ് എന്ന് പറയുന്നത് early 90s 2000s വരെ ഉണ്ടായിരുന്നു. ഒരു പോസ്റ്റ്
സ്ട്രക്ചറലിസ്റ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ജെൻഡറാണ് നമുക്കതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മൈക്രോ പൊളിറ്റിക്സ് എന്നുള്ള ആശയം, അതുപോലെ തന്നെ വാട്ട് ഈസ് നോട്ട് ഗുഡ് ഫോർ ഫീമെയിൽസ് എന്നുള്ളതായിരുന്നു ഈ ഒരു ആശയമായിരുന്നു അതിൽ വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തേർഡ് വേവിനെ കുറിച്ച് പറയാനുള്ളത്. ഫോർത്ത് വേവ് എന്ന് പറയുന്നത് 2010 തൊട്ട് പ്രസൻറ്റ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഫോർത്ത് വേവ് എന്ന് പറയുന്നത്. ഫോർത്ത് വേവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മീ ടു പോലെയുള്ള മൂവ്മെൻറ്റുകൾ, സോഷ്യൽ മീഡിയയിലുള്ള സ്ത്രീകളുടെ ഈ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ, അതേപോലെ ഈ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ വേൾഡിൽ എങ്ങനെയാണ് സ്ത്രീകൾ എന്തൊക്കെയാണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു കാര്യത്തിൽ നോക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫെമിനിസം വേവ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു ഏകദേശം ഐഡിയ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.